ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 15 പുരുഷോത്തമയോഗം. ശ്ലോകം 10. ഉത്ക്രാമന്തം സ്ഥിതം വാഭിഭുഞ്ജാനം വാഗുണാന്യുതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ. വിവർത്തനം: ജീവാത്മാവ് എങ്ങനെ ഈ ശരീരം വിട്ടുപോകുന്നുവെന്നോ ഗുണങ്ങളുടെ ആകർഷണത്തിന് വഴിപ്പെട്ട് ഏതുതരം ശരീരത്തെയാണ് സ്വീകരിച്ച് അനുഭവിക്കുന്നതെന്നോ മൂഢന്മാർക്ക് അറിയാൻ വയ്യ. ജ്ഞാനത്തിൻ്റെ അകക്കണ്ണ് തെളിഞ്ഞവർക്ക് ഇതെല്ലാം പ്രത്യക്ഷമാകുന്നു. ഭാവാർത്ഥം: ജ്ഞാനചക്ഷുഷഃ എന്ന വാക്ക് ഇവിടെ ശ്രദ്ധേയമാണ്. ഒരു ജീവൻ തൻ്റെ ശരീരം വിട്ടുപോകുന്നത് എങ്ങനെയെന്നോ വരും പിറപ്പിൽ ഏതൊരാകൃതിയിൽ ജനിക്കുമെന്നോ എന്തുകൊണ്ടാണ് ഇന്നത്തെ ശരീരത്തിൽ ജീവിക്കാനിടയായതെന്നോ ജ്ഞാനമില്ലാത്ത ഒരാൾക്ക് അറിയാൻ കഴിയില്ല. ഭഗവത്ഗീതയും അതുപോലുള്ള വിശിഷ്ട ഗ്രന്ഥങ്ങളും പഠിച്ച് വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയ മഹത്തായ ജ്ഞാനം ഇതിനാവശ്യമാണ്. ഇതെല്ലാം കണ്ടറിയാൻ ശീലിച്ചവർ ഭാഗ്യവാന്മാർ തന്നെ. ഓരോ ജീവനും പ്രത്യേകം ചില പരിതസ്ഥിതികളിൽ ദേഹം ത്യജിക്കുന്നു, ചില പരിതസ്ഥിതികളിൽ ജീവിക്കുന്നു. പ്രകൃതി ഗുണങ്ങൾക്ക് അടിമപ്പെട്ട് ചില പരിതസ്ഥിതികളിൽ സുഖിക്കുന്നു. ഫലമോ ഇന്ദ്രിയഭോഗങ്ങളെന്ന വ്യാമോഹത്തോടെ നാനാവിധ സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുക മാത്രം. എന്നെന്നും കാമലോഭങ്ങൾക്ക് അടിമപ്പെട്ടവർക്ക് തങ്ങളുടെ ശരീരങ്ങൾ മാറുന്നു എന്നതോ ഒരു പ്രത്യേക ശരീരത്തിൽ ജീവിക്കുന്നു എന്നതു തന്നെയോ അറിയാനുള്ള ശക്തി നഷ്ടപ്പെടുന്നു. അവർക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിവില്ല. ആധ്യാത്മിക ജ്ഞാനം വളർത്തിയെടുത്തവർക്കാകട്ടെ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ആത്മാവെന്നും അത് ശരീരങ്ങൾ മാറി മാറി എടുത്തുകൊണ്ടിരിക്കുമെന്നും പലതരത്തിൽ ആസ്വദിക്കുന്നുവെന്നും കണ്ടറിയാം. ബദ്ധനായ ജീവസത്തയ്ക്ക് ഭൗതികമായ അസ്തിത്വത്തിൽ എത്രമാത്രം ക്ലേശം അനുഭവപ്പെടുന്നുവെന്ന് അത്തരമൊരു ജ്ഞാനിക്ക് അറിയാൻ കഴിയും. അതുകൊണ്ടാണ് കൃഷ്ണാവബോധം പൂർണ്ണമായി വികസിപ്പിച്ചവർ സാമാന്യ ജനങ്ങൾക്ക് ഈ അറിവ് പകർന്നു കൊടുക്കാൻ ആവുന്നത്ര ശ്രമിക്കുന്നത്. എത്ര ക്ലേശകരമാണ് ഈ ബദ്ധമായ ജീവിതം! ജനങ്ങൾ അത് ഉപേക്ഷിച്ചു പോന്ന് കൃഷ്ണാവബോധം വളർത്തുകയും ആധ്യാത്മിക ലോകം പോകാൻ വേണ്ടി സ്വയം മുക്തനാവുകയും വേണം. ശ്ലോകം 11. യേദന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യേദന്തോപ്യകൃതാത്മാനോ നൈനം പശ്യന്ത്യചേതസഃ. വിവർത്തനം: ആത്മസാക്ഷാത്കാരം ലഭിച്ച് എപ്പോഴും യത്നിച്ചു കൊണ്ടേയിരിക്കുന്ന അതീന്ദ്രിയവാദികൾക്ക് ഇതെല്ലാം വ്യക്തമായി കാണാൻ കഴിയും. മനോവികാസം പ്രാപിക്കാത്തവർക്കും ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവർക്കും ശ്രമിച്ചാലും എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ കഴിയില്ല. ഭാവാർത്ഥം: ആധ്യാത്മികമായ ആത്മസാക്ഷാത്കാരത്തിനായി ശ്രമിക്കുന്ന അതീന്ദ്രിയവാദികൾ അനേകമുണ്ട്. എന്നാൽ ആത്മസാക്ഷാത്കാരം ലഭിക്കാത്ത ഒരാൾക്കും ജീവാത്മാവിന് ശാരീരികമായി വരുന്ന മാറ്റങ്ങളെ തികച്ചും അറിയാനാവില്ല. ഇവിടെ യോഗിനഃ എന്ന പദത്തിന് പ്രാധാന്യമുണ്ട്. ഇന്ന് യോഗികളെന്ന് പറയുന്നവർ പലരുണ്ട്. യോഗികളുടേതെന്നറിയപ്പെടുന്ന സംഘടനകളും ഏറെയുണ്ട്. ആത്മസാക്ഷാത്കാരത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടു കൂട്ടരും അന്ധതയിൽ തന്നെ. ചില കായിക വ്യായാമങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഇക്കൂട്ടർക്ക് ദേഹദാർഢ്യവും ആരോഗ്യവും ഉണ്ടെങ്കിൽ തൃപ്തിയായി മറ്റൊന്നിനെക്കുറിച്ചും അവർക്കറിഞ്ഞുകൂടാ. യദന്തോപ്യകൃതാത്മനഃ എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണവർ. ഒരു പ്രത്യേക യോഗ പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവരുമാണ്. ഇത്തരക്കാർക്ക് ജീവന്റെ ദേഹാന്തരപ്രാപ്തിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. ശരിക്കും യോഗചര്യയിൽ ഏർപ്പെട്ട് ആത്മാവിനെയും പ്രപഞ്ചത്തെയും പരമപുരുഷനെയും സാക്ഷാത്കരിച്ചവർക്ക്, ഭക്തിയോഗികൾക്ക്, അതായത് കൃഷ്ണാവബോധത്തോടെയുള്ള വിശുദ്ധ ഭക്തിയുത സേവനത്തിൽ മുഴുകിയവർക്ക് മാത്രമേ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.